2010 ജൈവ വൈവിധ്യ വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ആർട്ട് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ചും ജന്തുജാലങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായി ഹാൻഡ് പെയിന്റിംഗും ബോഡി പെയിന്റിംഗും നടത്തി. 2010 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള പരിപാടികളാണ് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ഇത്തരം ആഘോഷ പരിപാടികളുടെ ഭാഗമായി ചൊവ്വാഴ്ച ആർട്ട് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട 60ഓളം വിദ്യാർത്ഥികളാണ് ആർട്ട് വർക്ക്ഷോപ്പിൽ പങ്കെടുത്തത്. തങ്ങളുടെ മുഖത്തും കൈകളിലും വ്യത്യസ്ത തരത്തിലുള്ള ജീവികളുടെ രൂപം വരച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ചിത്രകലാ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള ചായങ്ങളാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. അതോടുതന്നെ തങ്ങളുടെ കൈകളിൽ വിടർന്ന ജിറാഫും പട്ടിയും പൂച്ചയും ആനയും പക്ഷികളും എല്ലാം തങ്ങൾക്കൊപ്പം ഭൂമിയിലെ അവകാശികളാണെന്നും അവർ കരുതുന്നു. ഭൂമി ജൈവ വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണെന്നും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പുതുതലമുറയിൽ ബോധവൽക്കരണം നടത്തുവാനാണ് ഇത്തരം ക്യാമ്പുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ക്യാമ്പിന് നേതൃത്വം നൽകുന്ന ചിത്രകലാ അധ്യാപകൻ ഡെൻസിൽ ജോൺ പറയുന്നു. ഗൈഡോ ഡാനിയൽ എന്ന് പറയുന്ന ഇറ്റലിക്കാരനാണ് ഈ ഹാൻഡ് പെയിന്റിംഗ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ അത് ഒരുപാട് അഡ്വർടൈസിംഗിലും അതുപോലെയുള്ള ഫാഷൻ ഷോകളിലൊക്കെ തന്നെ ബോഡി പെയിന്റിംഗ്, ഫേസ് പെയിന്റിംഗ്, ഹാൻഡ് പെയിന്റിംഗ് തുടങ്ങിയ വിവിധ പേരുകളിൽ ലോകത്ത് ആകമാനം പ്രചരണത്തിലുണ്ട്. കുട്ടികളിൽ ഈ ഒരു മീഡിയം ക്ലാസ് മുറികളിൽ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയുണ്ട്. കാരണം കൂടെ വരച്ച് പ്രദർശിപ്പിക്കാനും ഉള്ള ഒരു സാധ്യത കുട്ടികളിൽ എത്തിക്കുക എന്നാണ് ഈ ഒരു വർക്ക്ഷോപ്പിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൗന്ദര്യവും കലയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കുട്ടികളുടെ ജീവിതത്തെ ഊർജ്ജസ്വലമാക്കാൻ അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർക്ക് സഞ്ചരിക്കുവാൻ മാർഗനിർദ്ദേശം നൽകുകയാണ് ഇത്തരം ക്യാമ്പുകൾ. അറിവ് പകരുന്ന ഇത്തരം കലാഭിമുഖ്യ പരിപാടികൾ മത്സരാധിഷ്ഠിത ജീവിതത്തിൽ വളരെ പ്രയോജനം ചെയ്യുമെന്നും കരുതുന്നുണ്ട്. മലബാർ ക്രിസ്ത്യൻ കോളേജ് ചിത്രാധ്യാപകൻ ഡെൻസിൽ ജോൺ, റീജിയണൽ സയൻസ് കോർഡിനേറ്റർ ആർ രാമചന്ദ്രൻ, എം സുനിൽ തുടങ്ങിയവർ ചിത്രകലാ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.